ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് വളരെ ഈസിയായി നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഐക്കൺസ് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ ബൂട്ട്സ്ട്രാപ്പ് ഐക്കൺ എന്ന് പറയുന്നത് വളരെ ഫ്രീ ആയി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഐക്കൺസ് ആണ്. നമ്മളതിന് ചെയ്യേണ്ടത് നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഐക്കൺസ് എന്ന് പറയുന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഐക്കൺസ് കാണാൻ സാധിക്കും. നമ്മൾ താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട രീതിയാണ് പറയുന്നത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ വിവിധ തരത്തിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് CDN എന്ന് പറയുന്ന ഭാഗമാണ്. CDN എന്ന് പറയുന്നതിൽ വന്നതിന് ശേഷം നമ്മൾ ഈ ലിങ്ക് REL എന്ന് പറയുന്ന ഈ ഒരു സ്റ്റൈൽ ഷീറ്റ് കോഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ style.cs താഴെ വന്നതിന് ശേഷം പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ CDN നമ്മൾ ലിങ്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് ഏത് ഐക്കണാണോ വേണ്ടത് അത് ഉപയോഗിച്ചാൽ മതി. ഉദാഹരണമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐക്കൺസ് കാണാൻ സാധിക്കും. സോ ഞാൻ ആദ്യമായി ഈ അലാറം എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കോഡ് കാണാൻ സാധിക്കും. ഐക്കൺ ഫോണ്ട് എന്ന് പറയുന്ന ഈ ഒരു കോഡ് കാണാൻ സാധിക്കും. ഇത് കോപ്പി ചെയ്യുക. ഈ iClass BIBI അലാറം എന്ന് പറയുന്ന ഈ കോഡ് കോപ്പി ചെയ്യുക. ശേഷം നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആ ഒരു ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് ഐക്കൺ വളരെ ഈസിയായി ആഡ് ചെയ്യാം. സോ നമുക്കിവിടെ അതിനുശേഷം നമുക്ക് കണ്ടൻറ്റും എല്ലാം കൊടുക്കാൻ സാധിക്കും. എല്ലാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കും. അതുപോലെ നമുക്കൊരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്യാം. H1 ടാഗ് ക്രിയേറ്റ് ചെയ്ത് അലാം എന്ന് കൊടുക്കാം. ശേഷം നമ്മൾ ഈ ഒരു ക്ലാസ് നെയിം അതിന് കൊടുക്കുകയാണെങ്കിൽ ഈ BI അലാം എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് നെയിം നമ്മൾ കോപ്പി ചെയ്ത് അതിനുള്ളിൽ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു H1 എലമെൻറ്റിന് നമ്മുടെ ആ ഒരു ഐക്കൺ ലഭിക്കുന്നതായിരിക്കും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഐക്കൺ കാണാൻ സാധിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളേഴ്സ് എല്ലാം മറ്റും ചേഞ്ച് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്താൽ മതി. ടെക്സ്റ്റ് പ്രൈമറി. സോ നമുക്ക് ആ ഒരു കളർ അതിന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ടെക്സ്റ്റ് ഡേഞ്ചർ. സോ ആ ഒരു കളറും അതിന് ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഈ ഐക്കൺ വളരെ ഈസിയായി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് മറ്റു ചില ഐക്കൺസ് കൂടി നമുക്ക് നോക്കാം. സോ ഉദാഹരണമായി എനിക്കിപ്പോൾ ഒരു ടെലിഫോണിൻ്റെ ഐക്കണാണ് വേണ്ടതെങ്കിൽ നമ്മൾ ടെലിഫോൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫോണുമായി ബന്ധപ്പെട്ട ഐക്കൺസ് ഇവിടെ കാണാൻ സാധിക്കും. സോ ഞാൻ ഇതിൽ ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്യുന്നു. ഈ ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ HTML വന്നതിന് ശേഷം പേസ്റ്റ് ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ കണ്ടൻറ്റ് കോൾ മീ എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൾ മീ എന്ന് പറയുന്നതിൻ്റെ കൂടെ നമ്മുടെ ഐക്കണും ഇവിടെ ലഭ്യമായിരിക്കും. നമുക്കതിന് കളർ വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കളേഴ്സും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടെക്സ്റ്റ് ഇൻഫോ എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യാം. സോ ആ ഒരു കളർ അതിന് ലഭിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസിയായി നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഐക്കൺ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏത് ഐക്കണാണോ വേണ്ടത് നമുക്കിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി എനിക്കിപ്പോൾ ട്വിറ്ററിൻ്റെ ഐക്കണാണ് വേണ്ടതെങ്കിൽ ട്വിറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐക്കൺ ഇവിടെ ലഭിക്കും. അതുപോലെ ഷെയർ ചെയ്യുന്നതിൻ്റെ ഐക്കണാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഷെയറിൻ്റെ ഈ ഒരു ബട്ടൺ ഈ ഒരു ഐക്കൺ നമുക്ക് ഇവിടെ ലഭിക്കും. അത്തരത്തിൽ ഏത് ഐക്കണാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കോഡ് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്ത് നമുക്ക് വേണ്ട ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണമായി നമ്മളിപ്പോൾ ഷെയറിൻ്റെ ഐക്കൺ ഇവിടെ നമ്മൾ കൊടുത്തപ്പോൾ അതിൻ്റെ ഐക്കൺ നമുക്ക് ഇവിടെ ലഭിച്ചു. ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസിയായി ബൂട്ട്സ്ട്രാപ്പ് ഐക്കൺ നമ്മുടെ വെബ്സൈറ്റുകളിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്.